യെസ്, ജനം ടി വിയുടെ പൂര വിളംബരം തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലാണ്. തൃശ്ശൂരുകാർ മാത്രമെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കടന്നു വാ, വരൂ 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 വരൂ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. തൃശ്ശൂരിലുള്ളവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള തൃശ്ശൂരുകാർ ഈ ഉത്സവത്തിൽ പങ്കാളികളാവാൻ എത്തുന്നുണ്ട്. ഞങ്ങളോടൊപ്പം ഇതാ വീണ്ടും ഒരു അതിഥി ചേരുന്നു. ഇദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, ശ്രീ രഘു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ആവേശം? ആവേശം ഒരു പൂരക്കാലം കഴിഞ്ഞ് അടുത്ത പൂരക്കാലം വരെയുള്ള തൃശ്ശൂർക്കാരുടെ കാത്തിരിപ്പാണ്. അപ്പോൾ അത് തൃശ്ശൂർക്കാർ ലോകത്തിൻ്റെ എവിടെ ഉണ്ടെങ്കിലും പൂരം വന്നാൽ അവർക്ക് വീട്ടിലിരിക്കുക, അവിടെ നാട്ടിലിരിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് പോരും. അപ്പോൾ പൂരം പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈബാണ്. പൂരം വൈബിൽ ഒരാഴ്ചക്കാലം പൂരത്തിന് ഇവിടെ അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ കാര്യം. അപ്പോൾ അത് മേളത്തിൻ്റെ കാര്യത്തിലായാലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും ആനയുടെ കാര്യത്തിൽ കുറേ ആനക്കമ്പക്കാരുണ്ടാവും, കുറേ മേളക്കമ്പക്കാരുണ്ടാവും, കുറേ പൂരക്കമ്പക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടിച്ചേരുന്ന ഒരു പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അല്ല, ഇന്ന് നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മതചിഹ്നങ്ങൾ പാടില്ല എന്നൊക്കെ. മതചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ എന്ത് പൂര? മതചിഹ്നങ്ങൾ ആണല്ലോ ആ പൂരത്തിനൊരു കോപ്പ് കൂട്ടുന്നത്. അപ്പം അത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല, അത് ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി സാമൂഹിക അന്തരീക്ഷം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സുരേഷ് ഏട്ടൻ രാവിലെ പറഞ്ഞ ഒരു ബൈറ്റിൽ പറഞ്ഞത്. എനിക്കൊന്ന് ശ്രീ സുരേഷ് ഗോപിയെ ആ അവലോകന യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ദേവസ്വം മന്ത്രി ഇങ്ങനെ ഒരു പരാമർശം. അതെ 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 അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇന്ന് തുടങ്ങിയേ ഉള്ളൂ. പൂരം വിളംബരമാണ് ജനം ടി വിയുടെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഞങ്ങളുടെ പരിപാടിയിൽ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ താങ്കൾക്കാണ്. അദ്ദേഹം 7-ാം തീയതി ഉച്ചവരെ പൂരം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നുള്ളൂ എന്നുള്ള കാര്യമുണ്ട്. സുരേഷ് ഏട്ടൻ ഏതെങ്കിലും പരിപാടി നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എല്ലാ പരിപാടിയിലും കൂടെ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയെ കുറിച്ച് എല്ലാത്തിലും കൂടെ ഉണ്ടാവും. വെടിക്കെട്ട് എല്ലാവരെയും പോലെ എത്രയാണോ അകലം പാലിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പൂരം കാണുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർക്കാരിൽ ഒരാളായിട്ട് തന്നെ അദ്ദേഹം തൃശ്ശൂർക്കാരുടെ കൂടെ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് തൃശ്ശൂർക്കാരുടെ കൂടെ ഉണ്ട്. തൃശ്ശൂർക്കാരനായിട്ട് തൃശ്ശൂർക്കാരുടെ കൂടെ നിന്നുകൊണ്ട് പൂരം കാണും, വെടിക്കെട്ടും കാണും. എത്രയാണോ അകലം പോലീസും മറ്റുള്ള അതോറിറ്റികൾ പറയും അവിടെ നിന്ന് അദ്ദേഹം പൂരം കാണുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെയധികം നന്ദി. കാണാം, നമുക്ക് ഇനിയുണ്ട് ദിവസങ്ങൾ. ഓക്കെ മിഥുൻ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചമയം പ്രദർശനമല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇടം പിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം 4 മണിക്ക് തന്നെ ആ വെടിക്കെട്ട് 7 മണിക്കാണ് നടക്കുന്നത്. പക്ഷെ 4 മണിയോട് കൂടി തന്നെ ആ സ്ഥലത്തെത്തി സ്ഥാനം പിടിച്ച് നിൽക്കുന്നുണ്ട് സാനു. അദ്ദേഹം വൈകാതെ തന്നെ നമ്മുടെ ഒപ്പം ചേരുമെന്നാണ് കരുതുന്നത്. PCR അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് വെടിക്കെട്ട് പ്രശ്നമായതല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരുന്നു, പക്ഷേ വെടിക്കെട്ട് നടന്നില്ല. വളരെ വൈകി. രാവിലെ വെടിക്കെട്ട് തന്നെയാണോ എന്ന് പറയാവുന്ന രീതിയിലല്ല. കാരണം രാത്രിക്ക് വെടിക്കെട്ടിന് വേണ്ടി നടത്തിയ വെടിക്കോപ്പുകളെല്ലാം, സ്വരൂപിച്ച വെടിക്കോപ്പുകളെല്ലാം പകൽവെട്ടത്താണ് പൊട്ടിച്ച് തീർത്തത്. അത് നിർവീര്യമാക്കുകയാണ് ചെയ്തത്, പൊട്ടിക്കുകയല്ല ചെയ്തത്. സാനു ചേരുന്നുണ്ട്, നമ്മുടെ തൃശ്ശൂർ ലേഖകൻ സാനു ചേരുന്നുണ്ട്. സാനു, എന്താണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അറിയാലോ, സാനുവിന് അറിയാവുന്ന പോലെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാനു, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്ലീസ്. തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, ഈ പൂരത്തിന്റെ അവസാനം, അതായത് സാമ്പിൾ വെടിക്കെട്ടിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ നടുവിലാലിന് സമീപം തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന പ്രദേശത്തിന് സമീപമാണുള്ളത്. ഇവിടേക്ക് ആളുകൾ, അതായത് ഈ മാഗസീനൊക്കെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് മാറ്റിയതോടുകൂടി കൂടുതൽ ആളുകൾക്ക്, അതായത് കൂടുതൽ പൂരപ്രേമികൾക്ക് നേരിട്ട് നിന്ന് വെടിക്കെട്ട് കാണാനും അത് ആസ്വദിക്കാനും പൂരത്തെ കൂടുതൽ അടുത്തറിയാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂര ആവേശത്തിലാണ് ഈ പൂരനഗരിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും. എന്തായാലും അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അതായത് തൃശ്ശൂർ പൂരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പലർക്കും പല കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർക്ക് മേളമാവാം, മറ്റുള്ളവർക്ക് കരിവീരന്മാരാകാം, മറ്റു ചിലർക്ക് കുടമാറ്റമാകാം. എന്നാൽ ഇതിലൊന്നും പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട്. അവരാണ് ഈ വെടിക്കെട്ടിനെ ആസ്വദിക്കുന്നത്. അതായത് ആകാശത്ത് നടക്കുന്ന വർണ്ണവിസ്മയത്തിൽ ആവേശം കൊള്ളുന്ന ഒരു വിഭാഗമാണ് വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കുന്നത്. എന്തായാലും ഈ തിരുവമ്പാടി വിഭാഗത്തിൽ ഉള്ള ആളുകളാണ് ഇതിന് നമുക്ക് സമീപം വന്നിരിക്കുന്നത്. ഇവരോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചു
ചോദിച്ചറിയാം. ഇവരെ വെടിക്കെട്ട് നടപടികളൊക്കെ നോക്കി കാണാനും വീക്ഷിക്കാനും ഒക്കെ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ വെടിക്കെട്ടിൻ്റെയൊക്കെ അവസാനം, സാമ്പിൾ വെടിക്കെട്ടിൻ്റെയൊക്കെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്? എന്താണ് ആഘോഷം? എല്ലാ ഒരുക്കങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വെടിക്കെട്ടായിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുക. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ നയന മനോഹരവും അതേമാതിരി തന്നെ കാതുകൾക്ക് ഇമ്പമേകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ കഠിനമായ ശബ്ദമൊന്നുമില്ലെങ്കിലും വർണ്ണമനോഹരമായ കാഴ്ചകൾ ഇന്ന് ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ചില സസ്പെൻസുകളൊക്കെ എല്ലാ കൊല്ലം നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അത്തരത്തിലുള്ള സസ്പെൻസുകളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഒരു രഹസ്യ സ്വഭാവമാണ്. അത് മുഴുവൻ വെളിപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും അത് ഉടൻ തന്നെ കാണുവാൻ സാധിക്കും. എല്ലാ രഹസ്യ സ്വഭാവങ്ങളുടെയും ഇത് ഇപ്പം തുറന്ന് എല്ലാവർക്കും കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാമ്പിളിലും ചില സസ്പെൻസുകൾ നമ്മൾ പുറത്തെടുക്കും. സാമ്പിളിൽ മാത്രമല്ല, പ്രധാന വെടിക്കെട്ടിലും പല സസ്പെൻസുകളും ഉണ്ട്. ഇപ്പോൾ ഭീകരാക്രമണം നടന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ LED-യിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് കണ്ടതിന് ശേഷം ജനങ്ങൾ വിലയിരുത്തും. കാണാൻ പോകുന്ന പൂരം അറിയിക്കേണ്ടെന്ന് പറയും. കാണാൻ പോകുന്നത് പറയും. തീർച്ചയായിട്ടും പൂരത്തിന്റെ എല്ലാവിധ ആവേശവും ആഹ്ലാദത്തിലുമാണ് എല്ലാവരും. ഇവിടേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന, അതായത് പടക്കോപ്പുകൾ തയ്യാറാക്കുന്ന ഒരു അവസാനവട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ ഒരു വെടിക്കെട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കാനും അത് കണ്ട് ആസ്വദിക്കാനും വേണ്ടി ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിന് സമീപം വന്ന് തടിച്ചുകൂടിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ ഇതിനകം തന്നെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു വെടിക്കെട്ട്, ഇവിടെ സാമ്പിൾ വെടിക്കെട്ട്, തൃശ്ശൂർ പൂര പ്രേമികൾക്ക് ഏറെ ആവേശം പകരുന്ന സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ നടക്കും. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. അനിൽ നമ്പ്യാർ. യെസ് സാനു, വളരെയധികം നന്ദി. സാനു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. സാമ്പിൾ വെടിക്കെട്ട് 7 മണിക്കാണ്. ഞങ്ങൾക്കിതാ വീണ്ടും അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഥുൻ. അതെ, ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സേവാഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മോടൊപ്പം ഉള്ളത്, സുരേഷ് കുമാർ. അദ്ദേഹം ചില പരിഭവങ്ങളോടുകൂടിയാണ് നാം എത്തിയിട്ടുള്ളത്. കാരണം സേവാഭാരതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില സേവന പ്രവർത്തനങ്ങളുമായി സജീവം മുന്നിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ശ്രീമൂലസ്ഥാനത്തെ ദാഹജല വിതരണം എന്നുള്ളത്. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തു കളഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഫലമായിട്ടാണ് അത് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ ഈ പൂരനഗരിയിൽ എവിടെയും വെള്ളം കൊടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? എന്താണ് ചേട്ടാ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്താണ് കരുതുന്നത്? ഇത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ സേവാഭാരതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തൃശ്ശൂരിലേക്ക് വരുന്ന പൂരപ്രേമികൾ, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ലല്ലോ. അവർക്കെല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ദാഹജലം കൊടുക്കുക, മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ നടത്തുക, അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ വർഷമാണ് സേവാഭാരതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇന്നലെ തന്നെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് പ്രതീക്ഷയാണ്. ദേവസ്വം ബോർഡാണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും പോലീസ് അധികാരികളാണെങ്കിലും നമുക്കൊക്കെ പെർമിഷൻ തരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതിൽ ദേവസ്വം ഭരണാധികാരികളാണ് ഇപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികളും നമ്മൾക്ക് കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രീമൂലസ്ഥാനത്ത് ഈ തെക്കോട്ടിറക്കം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആ സമയത്ത് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ വരുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് നമുക്കവിടെ സേഫായിട്ട് അവരെ ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ എയ്ഡ് പോസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സിന് സാധിക്കാറുണ്ട്. അതിനുള്ള അവസരമാണ് സത്യത്തിൽ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 500 പ്രവർത്തകർ, അത് സ്ത്രീകളും പുരുഷന്മാർക്കും വേണ്ടി ഡോക്ടർമാരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വരെ കൊടുത്ത് അവരെ സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ്. അത് ഈ മെഡിക്കൽ എയ്ഡ് പോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അതൊരു കാരണവശാലും ഈ കോമ്പൗണ്ടിനകത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തനം അനുവദിക്കില്ല എന്ന് തന്നെ അദ്ദേഹം കാരണം എന്താ പറയുന്നത്?
അതിനവർ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തോളാം, ഒരു സന്നദ്ധ സംഘടനയും വേണ്ട. അല്ല, അവർ ചെയ്യുന്നുണ്ടോ? ദേവസ്വം വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ നമുക്കറിയാം, ശ്രീമൂലസ്ഥാനത്ത് നടത്തിയിരുന്ന സേവാഭാരതി നടത്തിയിരുന്ന സേവനം അത്രയും ശ്ലാഘനീയമായ കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം പൊതുജനങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. സേവാഭാരതി ചെയ്തിരുന്നതും ഇപ്പോൾ ചെയ്തിരുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് കൂടുതൽ തിരക്ക് വരുന്ന സ്ഥലത്ത്, ആവശ്യമുള്ള സ്ഥലത്ത് അവിടെ സേവാഭാരതിയുടെ കൗണ്ടർ നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ തെക്കേ ഗോപുരനടയിൽ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്. സേവാഭാരതിയെ സംബന്ധിച്ച് കേരളത്തിൽ അറിയാമല്ലോ, നമുക്ക് എവിടെ എന്ത് ആവശ്യം വന്നാലും, അവിടെ വയനാട്ടിലാണെങ്കിൽ ഏത് തീർച്ചയായും ആ സമയത്തൊക്കെ. അത് മാത്രമല്ല, സേവാഭാരതി വെള്ളം കൊടുക്കുന്നത് മനുഷ്യരെ നോക്കി, മതം നോക്കി, ജാതി നോക്കിയൊന്നുമല്ലല്ലോ, രാഷ്ട്രീയം നോക്കിയൊന്നുമല്ലല്ലോ. എല്ലാവരും വന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അല്ല, അതൊരു സേവനമാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പെടുത്തി. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട MP-യുടെ മുമ്പാകെ ഈ കാര്യം പറഞ്ഞു. MP അത് കൃത്യമായി തന്നെ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും പ്രതീക്ഷയിലാണ്, നമുക്ക് അനുവാദം കിട്ടും, അവസാന മൊമെന്റിൽ വരെ നമുക്ക് അനുവാദം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാൻ വരാൻ കാരണം. അപ്പോൾ നമുക്ക് അനുവാദം കിട്ടണം. കാരണം ഇവിടെ വരുന്ന പൂരപ്രേമികൾക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ സജ്ജരായി നിൽക്കുന്നു, അവർക്ക് മെഡിക്കൽ സഹായം കൊടുക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇതിനൊരു തടസ്സം ഈ വർഷം ഉണ്ടായി. എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിഷമം ഈ സമയത്തുണ്ട്. 2 സ്ഥലത്ത് നമ്മൾ അന്നദാനങ്ങൾ നടത്തുന്നുണ്ട്. ആയിരങ്ങൾക്കാണ് നമ്മൾ അന്നദാനം. രാത്രി 11 മണി വരെ സേവാഭാരതിയുടെ പ്രവർത്തകർ അന്നദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സേവനം, 9 ആംബുലൻസുകളുടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത്, അതായത് ദേവസ്വം ഭൂമിയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അതെ, എന്താണ് അതിന്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സേവാഭാരതി സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമല്ല. അതെ, തീർച്ചയായും. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. അതെ, അപ്പോൾ ഈ നിലയ്ക്ക് ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞു, അതായത് ഒരു NGO എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. അതുകൊണ്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. അതിനനുവദിക്കുന്നില്ല എന്ന പരാതി ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ വലിയ സന്തോഷം. ഞങ്ങളും അത് തന്നെയാണ് കരുതുന്നത്. സേവാഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇക്കാര്യം പറഞ്ഞത്. കാരണം തൃശ്ശൂർ പൂരത്തിൽ സേവാഭാരതിയുടെ പ്രവർത്തനം അത് എടുത്ത് പറയേണ്ടതാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സേവാഭാരതി മതം നോക്കിയോ ജാതി നോക്കിയോ രാഷ്ട്രീയം നോക്കിയല്ലോ അല്ല സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം ഭൂവിൽ ഇവർക്ക് പ്രവേശനമില്ല, അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികളോട് സംസാരിച്ചിട്ടുണ്ട്. അതിലെന്തായാലും ഒരു മാറ്റമുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് സേവാഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറി. മാത്രമല്ല, സേവാഭാരതി അന്നദാനവും നടത്തുന്നുണ്ട്. അപ്പോൾ ശാഖനീയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന, അതിന് പിന്നിലൊരു അജണ്ടയുണ്ട്, തടയിടുന്ന ആ ഒരു ഇടപെടൽ അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അതിലൊരു മാറ്റം ഉണ്ടാവണം. ഇതൊരു തുടക്കമാണ്. ഇന്നിപ്പോൾ ഈ ചമയപ്രദർശനം, അതുപോലെ സാമ്പിൾ വെടിക്കെട്ട്, അതൊക്കെ ഒരു തുടക്കമാണ്. ഇനിയും 3 ദിവസങ്ങൾ ഈ പൂരം നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനത്തിന്, സേവാഭാരതിയുടെ ഈ മഹത് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്ന ഈ തിരക്ക് കണ്ടല്ലോ, ഇത് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ആനച്ചമയ പ്രദർശനം, അത് കാണാനുള്ള തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. അതിനിടയിൽ കിട്ടിയ സമയം കൊണ്ട് കടന്നു വരൂ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇതാ നമ്മളിലേക്ക് എത്തുന്നു. കടന്നു വരൂ. നമസ്കാരം. വരും, ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇറങ്ങി നിന്നുള്ളൂ. ജനം TV-യുടെ ഡിബേറ്റുകളിൽ എന്നും സ്ഥിര സാന്നിധ്യമാണ്. അദ്ദേഹം BJP-യുടെ സംസ്ഥാന വക്താവ് ആണ്. അപ്പോൾ BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോട് പൂരം വിശേഷങ്ങൾ ചോദിച്ചാൽ, ആദ്യം പൂരം വിശേഷത്തിൽ തുടങ്ങാം. ബാക്കി പിന്നെ ഇന്ന് വെടിക്കെട്ടുണ്ടായതൊക്കെ കണ്ടു. അപ്പോൾ പൂരം എങ്ങനെയാണ് ആഘോഷിച്ചത്? എല്ലാ പൂരപ്രേമികൾക്കും തൃശ്ശൂരിൻ്റെ ആശംസകൾ, പൂരത്തിൻ്റെ ആശംസകൾ. പൂരം എന്ന് പറഞ്ഞാൽ പിന്നെ തൃശ്ശൂർക്കാർക്കൊരു ഹരമാണ്. ഞങ്ങൾ പൂരം കയ്യും മെയ്യും മറന്ന്
പൂരം ആഘോഷിക്കുന്നു, പൂരം ആഘോഷിക്കാൻ എത്തുന്നവരെ സ്വീകരിക്കുന്നു. പൂരമെന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. ലഹരിയല്ല യഥാർത്ഥ ലഹരി, പൂരമാണ് ലഹരി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പൂരത്തിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിപ്രാവശ്യത്തെ പൂരത്തിന് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും ധരിച്ചു. പക്ഷേ ഒരു ചെറിയ വെടിക്കെട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിൽ പ്രകോപനം ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രി നടത്തിയിട്ടുണ്ട്. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവണം. കാരണം പൂരത്തിന് മതമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പൂരമില്ല. അപ്പോൾ പൂരം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് പൂരം ഉണ്ടായത്, എന്താണ് പൂരം എന്നൊക്കെ അറിയണ്ടേ. 1790, 1805 കാലഘട്ടം എന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ 96 അല്ല, അത് ഞാൻ പറഞ്ഞത് ഈ 1790, 1805 കാലഘട്ടം, അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, അതുവരെയാണ് ശക്തൻ തമ്പുരാൻ കൊച്ചി ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാലസ് ആണ് ഇവിടെ ഈ വടക്കനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളത്. ഈ വടക്കനാഥൻ എന്ന് പറയുന്നത് തന്നെ തേക്കുംകാടായിരുന്നു. എന്നുവെച്ചാൽ ഒരു തേക്ക് മൈതാനമായിരുന്നു. മൈതാനം എന്ന് പറയാൻ പറ്റില്ല, തേക്ക് വളർന്നു നിൽക്കുന്ന ഒരു ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു കാടായിരുന്നു. പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലാണ്, നടുവിലാണ് വടക്കനാഥ ക്ഷേത്രം. അപ്പോൾ ശക്തൻ തമ്പുരാൻ തന്നെയാണ് ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചത്. അതിനുശേഷം അദ്ദേഹം മറ്റു പല ചരിത്ര രേഖകളുണ്ട്, ഞാനതിലേക്കൊന്നും വരുന്നില്ല. പാറമേക്കാവിലെ കോമരം അടക്കമുള്ള പല കാര്യങ്ങളുണ്ട്. കാരണം പല ആളുകളുടെയും തിട്ടൂരത്തിന് അല്ലെങ്കിൽ കാഴ്ചപ്പാടിനൊക്കെ അതീതമായിട്ടാണ് അദ്ദേഹം ഈ മൈതാനം സൃഷ്ടിച്ചത്. അപ്പോൾ അന്ന് 1796 താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ സമയത്ത് ഈ ആറാട്ടുപുഴയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ ദേവീ ദേവന്മാരുടെയും സംഗമ ഭൂമിയാണ്. ഈവൻ കാശിയിലെ വിശ്വനാഥൻ വരെ ഈ ആറാട്ടുപുഴ സംഗമത്തിന് എത്തുന്നുണ്ട്. ഇപ്പോഴും ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്ന് കാശി മുടക്കാണ്. കാശി ക്ഷേത്രം വാതിലടയ്ക്കും. കാരണം ആറാട്ടുപുഴയിലേക്ക് ശിവൻ പോയി എന്നാണ് പറയാം. അപ്പോൾ അതൊരു സംഗമ ഭൂമിയാണ്. അപ്പോൾ ആ സംഗമ ഭൂമിയിലേക്ക് അന്ന് ഇവിടുത്തെ ഏതാണ്ടൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 10ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് ഈ തൃശ്ശൂർ പൂരത്തിനെത്തുന്ന 10 ക്ഷേത്രങ്ങൾ. ആ 10 ക്ഷേത്രങ്ങളുമായിട്ട് പറമക്കാവും തിരുവമ്പാടിയും കണിമംഗലവും അയ്യന്തോടും ലാലൂരും ഒക്കെ ആയിട്ട് നെയ്തലക്കാവും ചെമ്പുക്കാവും എല്ലാം കൂടി അങ്ങോട്ട് പോയപ്പോൾ മഴയായിരുന്നു. അപ്പോൾ മഴയാകുമ്പോൾ അന്നത്തെ ഇന്നത്തെ സൗകര്യമില്ലല്ലോ. മഴ വന്ന സമയത്ത് ഇവർക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ആറാട്ടുപുഴ പൂരത്തിൻ്റെ കമ്മിറ്റിക്കാർ ഇവരെ പ്രവേശിപ്പിച്ചില്ല. അവർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അപ്പോൾ തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകാൻ പറയാം, നെയ്തലക്കാവ് അമ്മ വന്നിട്ട് തിരിച്ചു പോകാൻ പറയാം, ചെമ്പുക്കാവ് ഭഗവതി വന്നിട്ട് തിരിച്ചു പോകാൻ പറയുമ്പോൾ അവർക്കൊരു ഹ്യൂമിലിയേഷനായിട്ട് തോന്നി. ഒരു 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 ഞങ്ങളെ പരിഹസിച്ചു, ഇൻസൾട്ട് ചെയ്തു എന്ന തോന്നലുണ്ടായി. അങ്ങനെ തന്നെ ആ വരവ് നേരെ വരുന്നത് ശക്തൻ തമ്പുരാൻ്റെ അടുത്തേക്കാണ്. ശക്തൻ തമ്പുരാൻ അവരെ വിളിച്ചിട്ട് ഇവരെ പങ്കെടുപ്പിക്കാൻ പറയുകയാണ്. പക്ഷെ അവരത് കേൾക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ശക്തൻ തമ്പുരാൻ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇതിനേക്കാൾ ഗംഭീരമാക്കുക എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായത് എന്ന് പറയുന്നത്. എന്തായാലും 2 ഭഗവതിമാർ, തിരുവമ്പാടിയിലെ ഭഗവതിയും അതുപോലെ പാറമേക്കാവ് ഭഗവതിയും വടക്കുനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നു, വടക്കുനാഥൻ്റെ മുന്നിലേക്ക് എത്തുന്നു, വടക്കുനാഥനെ പ്രണമിക്കുന്നു. നമ്മളൊരു കാര്യം, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവരാത്രിക്ക് അനിൽ നമ്പ്യാർ വന്നിട്ടുണ്ടോ ഇവിടെ വടക്കുനാഥനിൽ? ഇല്ല, വന്നില്ല. ശിവരാത്രിക്ക് വടക്കുനാഥനിൽ വരുന്ന സമയത്ത് താങ്കൾക്ക് മനസ്സിലാവും, ശിവരാത്രിയുടെ രാത്രി പാർവതിയും ശിവനും സംഗമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ശിവരാത്രി. അന്ന് ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ദേവിമാരും ശിവനെ കാണാത്തും. ശിവരാത്രിയിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളിൽ നിന്നും ദേവിമാർ ഇവിടെ ശിവനെ കാണാൻ എത്തുകയാണ്. അപ്പം ഇതൊക്കെ ഒരു വലിയ ഐതിഹ്യമാണ്. ഇതൊക്കെ ഒരു നമ്മൾ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി വളർത്തിക്കൊണ്ടുവരുന്ന പാരമ്പര്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്രങ്ങളുമായും അതുപോലെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ സംഗമമാണ് തൃശ്ശൂർ പൂരം. ഇനി തൃശ്ശൂർ പൂരമല്ല, എല്ലാ ക്ഷേത്രത്തിലും പൂരം ഉണ്ടല്ലോ. ക്ഷേത്രം എവിടെയുണ്ട് അവിടെ പൂരമുണ്ട്. കാരണം പൂരമെന്ന വാക്ക് ഉത്സവമാണ്. പൂരം എന്ന് പറയുന്നത് യോജിപ്പിക്കുക എന്നതിനർത്ഥമാണ്. അപ്പം ക്ഷേത്ര ഉത്സവത്തിൽ നാട്ടുകാരെ മുഴുവനും സംഘടിപ്പിക്കുന്നു.
അവരെല്ലാവരും ഒരുമിച്ച് വന്ന് ഭഗവതിയെ കാണാൻ വരുന്നു, അങ്ങനെ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ വരുന്നു. അങ്ങനെ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമാണ് ഈ പൂരം. ആ പൂരത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്താതെ ഈ പൂരത്തെ ഒരു മതേതരമാക്കാനുള്ള, പൂരം മതേതരമാണ്, അത് വേറെ വിഷയം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാനും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ അതിൻ്റെ ചടങ്ങുകൾ, പൂരത്തിൻ്റെ ചടങ്ങുകൾ, ആചാരങ്ങൾക്ക് മതേതരമാവാൻ പറ്റില്ല. അല്ല, താങ്കൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് തൃശ്ശൂർ പൂരമാണ്, പാർട്ടി പ്ലെയിൻ അല്ല. കാരണം ഇനിയിപ്പം വളരെ സിമ്പിളായിട്ട് ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. ഇവിടെ പുത്തമ്പള്ളിയുണ്ട്. പുത്തമ്പള്ളിയിൽ കുരിശ് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുത്തമ്പള്ളി പെരുന്നാളിന് യേശുവും പാടില്ല എന്ന് പറഞ്ഞാൽ, ഇനി വേണ്ട കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പാടില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടത്താൻ പറ്റുമോ? അപ്പോൾ ഈ വാസവൻ എവിടെ നോക്കിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കാനാണോ യോഗ്യത, അതോ വനം മന്ത്രിയായിട്ടിരിക്കാനാണോ യോഗ്യത എന്നുള്ളതാണ് എൻ്റെ സംശയം. വേറൊരു കാര്യം പറയട്ടെ, പാലക്കാട് പള്ളിയിലെ ഉറൂസ് നടത്തിയ സമയത്ത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പിടിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിയത് ഒരു കുഴപ്പമില്ല, കേസും എടുത്തിട്ടില്ല. ഇനി മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഇതിൻ്റെയൊക്കെ കളർ മാറ്റാൻ പറയുമൊന്നും കൂടി അറിയില്ല. ഇവിടുത്തെ ലൈറ്റ് ഇടുന്നത് പച്ച മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കളറേ പാടുന്നു പറയാൻ പറ്റില്ല. സാധ്യത ഇന്ന് നമ്മളിത് തടഞ്ഞില്ലെങ്കിൽ നാളെ വേറെ പലതും പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് തയ്യാറായത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ വീണ്ടും ഈ വിവാദങ്ങളിലേക്കൊന്നും വരാതെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്തസ്സത്തെയും തൃശ്ശൂർ പൂരത്തിൻ്റെ അഭിമാനവും തൃശ്ശൂർ പൂരത്തിൻ്റെ സന്തോഷവും പങ്കുവെക്കേണ്ട ഒരു മഹത്തായ ദിവസമാണ് ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ. അപ്പം ഇന്നിപ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ചമയ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ ചമയ പ്രദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇപ്രാവശ്യം തിരുവമ്പാടി ചമയ പ്രദർശനത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ശ്രീകുമാർ ആമ്പല്ലൂർ, അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹം ആ ചമയ പ്രദർശനത്തിൻ്റെ ഉള്ളിൽ ലഹരി വേണ്ട, പൂരമാണ്, തൃശ്ശൂർ പൂരമാണ് നമ്മുടെയൊക്കെ ലഹരി, അല്ലാതെ ലഹരിയല്ല. അതുകൊണ്ട് ഇവിടുത്തെ യുവാക്കൾക്കൊരു സന്ദേശം കൂടി ആ ചമയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, ഒരേ മനസ്സായി, ഒരേ സങ്കല്പത്തിൽ സന്തോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും, ഒരു ഭാഗത്ത് ആചാരങ്ങൾ, മറുഭാഗത്ത് ചടങ്ങുകൾ, വേറൊരു ഭാഗത്ത് സംസ്കാരം, അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഈ ദേവഭൂമിയിൽ, ഈ വടക്കുനാഥൻ്റെ തിരുമണ്ണിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന പാറമേക്കാവിലമ്മയും തിരുവമ്പാടി ദേവിയും മറ്റ് 11 ക്ഷേത്രങ്ങളിലെ ദേവിമാരും കൂടിയൊക്കെ എല്ലാവരും കൂടി വരുന്ന ഈ സംഗമ സമയത്ത്, ഈ സംഗമ ദിവസം ഒരു വിവാദവുമില്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാ അർത്ഥതലങ്ങളിലും ഡിസിപ്ലിനോടുകൂടി ഈ തൃശ്ശൂർ പൂരം നടക്കട്ടെ. തൃശ്ശൂർ പൂരം നന്നായി നടക്കണം, വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കണം. വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയിൽ നടക്കാൻ പോകുന്ന ആ 30 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന കുടമാറ്റം നടക്കണം. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായതിന് കേസ് കൊടുത്ത ആളാണ് ഞാൻ. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിവുകെട്ട, വിവരമില്ലാത്ത, അല്ലെങ്കിൽ മുൻശുണ്ടിയുള്ള, വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ, അവരുടെ വിചാരം ഈ പൂരം നടക്കണമെങ്കിൽ അവർ ആകെ ബഹളം വെക്കണമെന്നാണ്. അവരാകെ കടന്ന് ബഹളം വെച്ച് ഓടി ആളുകളെ തടഞ്ഞ് ആനക്കാരെ വരെ തടയുക, ആനയോടൊപ്പം വരുന്ന ആനക്കാരെ തടയുക, പട്ട കൊടുക്കുന്നത് തടയുക, ആന പട്ട കഴിക്കണ്ടെന്ന്, പൂരം കഞ്ഞി കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകാം. അപ്പോൾ അതൊക്കെ എന്തായാലും ഹൈക്കോടതിയിൽ പോയി വളരെ സ്ട്രോങ് ആയിട്ട് അതിനൊരു ഉത്തരവ് വന്നു. ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ചടങ്ങുകൾ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കണം. അത് വടക്കുനാഥ ക്ഷേത്ര ദേവസ്വവും അതുപോലെ തിരുവമ്പാടി ക്ഷേത്ര ദേവസ്വവും പാരമ്പര്യത്തിനനുസരിച്ച് ആ എല്ലാ ആചാരങ്ങളും ചടങ്ങുകളും നടക്കണം. അതേസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിവുള്ളവരെ കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഉത്തരവും വന്നു. എന്തായാലും വളരെ സമൂർത്തമായ ഒരു സംഗമ ഭൂമിയിലേക്ക് എല്ലാവരെയും ജനം ചാനൽ എല്ലാ അർത്ഥതലങ്ങളിലും ഈ പൂരത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളെയും സവിശേഷമായിട്ടുള്ള വർണ്ണ ശോഭയുള്ള ഇവിടുത്തെ എല്ലാം കുടമാറ്റമടക്കം, എലഞ്ഞിത്ര മേളമടക്കം, അതുപോലെ നമ്മുടെ മടത്തിൽ വരവടക്കമുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. അതൊന്ന് ഈ മടത്തിൽ വരവിലെ, മടത്തിൽ നിന്ന് വരുന്ന ആ വരവാണ്. ശങ്കര ഭൂമിയിൽ നിന്ന് കയറി വരുന്നത്, അവിടെ ഒരു പഞ്ചവാദ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എലഞ്ഞിത്ര മേളം. ഇതിന് രണ്ടിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യമൊക്കെ കാണിക്കുന്നത്. തട്ടകം ഏത് ക്ഷേത്രത്തിന്റെ തട്ടകമാണ്? കാർത്തിയായനി, അതായത് ചെറുപ്പക്കാവ്. ഞാൻ ഇവിടുത്തെ പാറമക്കാവ് ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയാണ്. ഞാൻ കാർത്തിയായനി ക്ഷേത്രത്തിന്റെയും ചുമതലയുണ്ട്. ഞങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് കാർത്തിയായനി ക്ഷേത്രത്തിലെ
എഴുന്നള്ളിപ്പ് വരും. ഞങ്ങൾ ജനം ചാനലിനെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു സഹോദരി ബന്ധം കൂടി, നാളെയല്ല 6-ാം തീയതി. അതെ, ഒരു സഹോദരി ബന്ധം കൂടി ഉള്ള ഒരു ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് അത്തരം വൈവിധ്യമായിട്ടുള്ള ആചാരങ്ങളുണ്ട് ലാലൂർ കാർത്തിക ക്ഷേത്രത്തിൽ. പൂരപ്രേമികൾക്കും ജനം ചാനലിനും പൂരം കാണാൻ എത്തുന്നവർക്കും നമ്മളെല്ലാവർക്കും തീയതി വരെയുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ സാനു അവിടെ എനിക്ക് തോന്നുന്നു തിരുവമ്പാടി അല്ലേ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ സാനുവിനോടൊപ്പം ഉണ്ട്. സാനുവിലേക്ക് പോവാം. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള ആകാശ വിസ്മയം, അതായത് സാമ്പിൾ ആകാശ വിസ്മയത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കും. ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ സാധന സാമഗ്രികളും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ഈ തിരുവമ്പാടി വിഭാഗത്തിനുള്ള വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ടിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഒരുക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയല്ലേ, പൊരിക്കല്ലേ? തീർച്ചയായിട്ടും അത് തൃശ്ശൂർ ഭാഷയിൽ അടിച്ചു പൊളിക്കും. അത് ഇത്തവണ ആദ്യം തിരുവമ്പാടി ദേവസ്വമാണ് തിരികൊളുത്തുന്നത്. 7 മണിക്ക്, കൃത്യം 7 മണിക്ക് തിരുവമ്പാടി ദേവസ്വം തിരികൊളുത്തും. അത് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ മാക്സിമം പറമേക്കാവ് ദേവസ്വത്തിൻ്റെയും വെടി പൊട്ടുന്നതാണ് കണക്കൂട്ടൽ. വളരെ ഭംഗിയായി, വളരെ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചെക്കിങ്ങുകളെല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 7 മണിക്ക് തവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തും. വളരെ ജില്ലാ ഭരണകൂടവും പോലീസും ദേവസ്വങ്ങളും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകുന്നത്. എല്ലാ A to Z കാര്യങ്ങളിലും ചർച്ച ചെയ്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം എല്ലാവർക്കും ഫ്രണ്ട്ലി. അതിൻ്റെ ഏറ്റവും തെളിവാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെടിക്കെട്ട് കാണാൻ സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള ആ ഒരു നിയമത്തിലുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് അതിനെ എത്രത്തോണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വളരെ കാണാൻ പറ്റാവുന്ന സ്ഥലത്തെല്ലാം ജനങ്ങളെ കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു പദ്ധതിയും നല്ല അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ പോലീസും ജില്ലാ ഭരണകൂടവും ഉണ്ടാക്കി. അതൊരു വലിയൊരു വിജയമായിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർമേക്കാവിൻ്റെ സൈഡിൽ ധാരാളം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. തിരുവമ്പാടി ഭാഗത്തിലേക്ക്, അതായത് നടുവിലാല് മുതൽ ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ അതുവരെ നമുക്ക് നിർത്താൻ പറ്റില്ലെങ്കിലും അതിനുള്ള മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഈ 7 മണിക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും. വളരെ ഭംഗിയായി, വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നു. ഇപ്പം മറ്റു വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാളും നല്ല പുതിയ ഐറ്റംസുമായി തിരുവമ്പാടി ദേവസ്വം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അതായത് ജനങ്ങൾ പ്രതീക്ഷ കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായ അസ്വാരസ്യങ്ങൾ അത് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു കൊച്ചുകുട്ടി മുതൽ ഞാൻ പറഞ്ഞില്ലേ ഭരണകൂടം വരെ അതിനൊപ്പം ഒരേ സ്വരത്തിലാണ് അവരെ എല്ലാവരുടെ ഭാഷകളും. ആ ഭാഷ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരം നന്നായി നടക്കണം, പൂരം ഗംഭീരമാക്കണം. അത് മുഖ്യമന്ത്രി മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജനപ്രതിനിധികളെല്ലാം ഇതിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുകയാണ്, പൂരം ഗംഭീരാക്കണം, പൂരത്തിൽ ഒരു തടസ്സങ്ങളുണ്ടാകരുത്, ദേവസ്വങ്ങളെ പൂരം നടത്താൻ അനുവദിക്കും, ദേവസ്വം പറയുന്ന മാതിരി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ദേവസ്വത്തിനും അതിൻ്റേതായ ഒരു എന്താ പറയുക പങ്കാളിത്തം കൂടി വരികയാണ്, അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കൂടി വരികയാണ്. ആ സാഹചര്യത്തിൽ വളരെ ഭംഗിയായി പൂരം ഇത്തവണത്തെ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കും. ഈ മാഗസിൻ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നതോടുകൂടി കുറച്ചുകൂടെ ജനകീയമായി എന്ന് പറയാം. ആൾക്കാർക്ക് നേരിട്ട് കാണാനും ഈ പ്രദക്ഷിണ വഴിയിലടക്കം നിന്ന് ഈ വെടിക്കെട്ട് വീക്ഷിക്കാനൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കും. അതായത് മാഗസിൻ ഉള്ളിലോട്ട് വരികയല്ല, മാഗസിൻ എംപ്റ്റി ആക്കുകയാണ്. അതായത് നമ്മൾ ഫയർ ലൈനിൽ നമ്മുടെ വെടിക്കോപ്പുകളെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗസിൻ എംപ്റ്റി ആയി. അപ്പോൾ മാഗസിൻ സ്റ്റിൽ അവിടെ യാതൊന്നുമില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഇതിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിൻ്റെ മാഗസിൻ ടു ഫയർ ലൈൻ ടു ആൾക്കാർ ജനങ്ങൾ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ചെറിയ വ്യത്യാസം പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മാഗസിൻ്റെ അടുത്തേക്ക് നീക്കുമ്പോൾ അത്രയും സ്ഥലത്ത് ജനങ്ങൾക്ക് നിൽക്കാനുള്ള അവസരമുണ്ടാവുന്നു. ആ അവസരം നമ്മൾ വളരെയധികം അതായത് ഓരോ മുക്കും മൂലയിലും പഠിച്ച് ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇത്തവണത്തെ വെടിക്കെട്ടും എല്ലാം നടക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ തരത്തിലും കൂടുതൽ ജനകീയമായിക്കൊണ്ട്, അതായത് ഈ തൃശ്ശൂർ പൂരം കൂടുതൽ ജനകീയമായിക്കൊണ്ട്, അതായത് കൂടുതൽ ആൾക്കാർക്ക് ഇതിലേക്ക് എത്താനും ഇത് കാണാനും അത് വീക്ഷിക്കാനായിട്ടുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ദേവസ്വം സെക്രട്ടറി തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്നു. ഈ അതായത് ഈ സാമ്പിൾ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ ഈ കുഴികളിലേക്ക് സ്ഥാപിക്കുന്ന അല്ലെ നിക്ഷേപിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് ഇതിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് അത് കാണാൻ വേണ്ടി വലിയൊരു ജനസഞ്ചയം തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ സാനുവിനോട് സംസാരിച്ചത്. നമുക്ക് പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധിയുണ്ട്. അതെ, പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി ജി രാജേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴെല്ലാം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഉയർന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ജി രാജേഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെത്. ഇപ്രാവശ്യം പ്രശ്നങ്ങളെല്ലാം തന്നെ ഏതാണ്ടെല്ലാം ഒതുങ്ങിയതിന് ശേഷം പൂരത്തിലേക്ക് എത്തുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുകയാണ് പൂരത്തിന്റെ ഓരോ ചടങ്ങുകൾക്ക് വേണ്ടി. എവിടം വരെയായി പാറമേക്കാവ് എങ്ങനെയൊക്കെയാണ് ഇത്തവണ പൂരപ്രേമികളെ വിസ്മയിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്? നമ്മുടെ പറയാറില്ല, തൃശ്ശൂർ മൂവ്സ് ഫ്രം പൂരം ടു പൂരം. ഒരു പൂരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല പൂരം നടക്കുമോ എന്നുള്ള പോലും ചിന്ത, ആന എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ചും വെടിക്കെട്ടിനെ പറ്റി അങ്ങനെ പല പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് 1-2 മാസമായിട്ട് അതെല്ലാം കെട്ടണഞ്ഞ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുള്ള വിശ്വാസവും ഉറപ്പും നമുക്ക് ലഭിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ യാതൊരു ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്ന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ റെക്കോർഡായിരിക്കുന്നു. ഇവിടെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. ഈ കാലത്ത് നമ്മുടെ ചമയപ്രദർശനത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി സാമ്പിൾ വെടിക്കെട്ടാണ്. അതിനു മുമ്പ് തൊട്ട് മുമ്പ് ദീപാരാധനയ്ക്ക് ശേഷം നമ്മുടെ പന്തലുകളുടെ ഇല്യൂമിനേഷൻ ഓൺ ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും തൃശ്ശൂർ ഇങ്ങനെ പൂര ലഹരിയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നാളെ നടക്കുന്ന, മറ്റന്നാൾ നടക്കാൻ പോകുന്ന കുടമാറ്റത്തിനൊക്കെ എല്ലാ ആളുകളിങ്ങനെ വാശിയോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ തമ്മിൽ നടക്കാറുണ്ട്. പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്ന, വെടിക്കെട്ടിലും കുടമാറ്റത്തിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സസ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് അത് പറയില്ലല്ലോ, പുറത്ത് പറയില്ല. അതൊന്ന്. രണ്ടാമത് തിരുവമ്പാടിയായിട്ട് മത്സരമില്ല, നമുക്ക് നമ്മളോട് തന്നെ മത്സരമുള്ളൂ. നമ്മുടെ പെർഫോമൻസ് നമ്മളൊന്നും കൂടിയും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒരു കുടമാറ്റം നടത്താം എന്നല്ലാണ്ട് പൂരത്തിന് ആരോടും മത്സരിക്കാറില്ല. അങ്ങനെ വന്ന വളരെ അൺഹെൽത്തി പ്രസിഡൻസ് വരും. അത് പല അപകടത്തിലേക്കും വഴിവെക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശം തന്നെയുള്ളൂ. രാജേഷ്, ഒറ്റ കാര്യം കൂടി, തിരക്കുണ്ടെന്നറിയാം. ഇന്ന് രാവിലെ നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായി, മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കും? ഈ ഒരു അവസരത്തിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് എനിക്ക് കടന്നു പോകാൻ താല്പര്യമില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇറ്റ് ഇസ് നോട്ട് ദി അപ്രോപ്രിയേറ്റ് ടൈം ടു റിയാക്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വടക്കുന്നാഥൻ്റെ അനുഗ്രഹം ഉണ്ട്. വളരെ ഗംഭീരമായിട്ട്, പൂർവാധികം ശക്തമായിട്ട് പൂരം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ പൂര ആസ്വാദകരും വന്ന് തൃശ്ശൂരിലേക്ക് എത്തി വളരെ സേഫായിട്ടൊരു പൂരം ഉണ്ടാകട്ടെ. എല്ലാവരും വന്ന് ആസ്വദിക്കുക. സേഫ് പൂരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അത് തന്നെയാണ് വേണ്ടത്. പൂരം വളരെ സുഗമമായിട്ട്. യെസ്, നന്ദൻ വാഗയിൽ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. നന്ദൻ, പൂരപ്രേമി സംഘത്തിൻ്റെ
നേതാവാണ്, രക്ഷാധികാരിയാണ്. എങ്ങനെയുണ്ട് ഇക്കുറി ഇത്തവണത്തെ പൂരം കഴിഞ്ഞ തവണ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളതൊക്കെ മറന്നു. അടുത്തൊരു പൂരം, മറ്റന്നാൾ നടക്കുന്ന പൂരം അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പൂരപ്രേമി സംഘവും. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇത്തവണ. ആന എഴുന്നള്ളിപ്പിനൊക്കെ സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഞങ്ങളത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. ആനകൾ നമ്മളൊരു സുപ്രീം കോടതി പോയി അത് മേടിച്ചുകൊണ്ട് ആ ഒരു അനുകൂല വിധി സംഭവിച്ചുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇന്ന് ഈ വക പൂരങ്ങളൊക്കെ നടക്കുന്നത്. 15 ആന 3 മീറ്ററൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം അപ്പുറത്തേക്കൊക്കെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അഭിലാഷ് വക്കീലടക്കം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്, ഡോക്ടർ ഗിരിദാസൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നൊരു വിജയം നമുക്ക് നേടിത്തന്നത്. അതൊരു ആജീവനാന്ത വിജയമാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും, നമുക്ക് ഭംഗിയായി നടക്കും. അതിനിടയിൽ അനവസരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഇപ്പം മന്ത്രിയെ പോലെ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. നമ്മളതിലൊന്നും വില കൊടുക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കുടമാറ്റം അങ്ങനെയുള്ള സാധനങ്ങളാണോ ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയില്ല എന്താണെന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അത് കേട്ടു, കഴിഞ്ഞു. അല്ല, മതചിഹ്നം എന്ന് പറയുമ്പോൾ ഓം ഉപയോഗിക്കുന്നത് പോലെ തെറ്റായിട്ട് വരില്ലേ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ. പൂരത്തിന്റെ വഴിക്ക് മന്ത്രിയുടെ വഴി മന്ത്രിയുടെ പറയും, മറ്റുള്ളവർ പറയും. ഞങ്ങളെ സംബന്ധിച്ച് മറ്റന്നാൾ നടക്കാൻ പോകുന്ന പൂരം അതിഗംഭീരമാക്കണം, യാതൊരു വിധ അനിഷ്ട സംഭവങ്ങളില്ലാതെ നടക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഭഗവതിയോട് പ്രാർത്ഥന. മറ്റൊന്നിലും ഞങ്ങൾ ശ്രദ്ധിക്കാറേയില്ല. ഓക്കെ, എന്തായാലും ഈ പൂരം വിളംബരം, ജനം ടി വിയുടെ പൂരം വിളംബരം അത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മിഥുനെ, അതെ, നാഥ കാന്ത ഞാനും വന്നു എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, കാന്ത. ആ പാട്ട് മിഥുൻ അറിയാൻ തോന്നുന്നു അല്ലേ? രണ്ടുപേരും പാടിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. ഈ നന്ദൻ വാഗയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തൃശ്ശൂർ പൂരം 10 പൂരങ്ങളുടെ ചടങ്ങുകൾ സമയക്രമം ഒരു ചെറിയൊരു പുസ്തകം അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഒരു ചെറു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തെ 15 പേജുകളിൽ 15 പേജുകളിൽ ഒതുക്കിയിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തെ. അത് എല്ലാവരുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. വായിക്കുക. കാരണം പൂരത്തിന്റെ ചരിത്രം അറിയുന്നവർ പലർക്കും അറിയില്ല കൃത്യമായിട്ട് എന്താണ് പൂരത്തിന്റെ ചരിത്രം എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്, വായിക്കുക. അപ്പോൾ നമുക്ക് കാന്താപാടി അവസാനിപ്പിക്കാം. വരാം. നമുക്ക് ആബാലവൃത്തം ജനങ്ങളിങ്ങനെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇനി മണിക്കൂറുകൾക്കകം വടക്കുന്നാഥൻ്റെ ആകാശത്ത് വർണ്ണവിസ്മയം തെളിയാൻ പോവുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന വെടിക്കെട്ടിലേക്ക് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഇന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഞങ്ങൾ ഇനി മറ്റന്നാൾ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം, നമുക്ക് പിന്നിലുള്ള ആളുകളെല്ലാം ചമയം കാണാനായിട്ട് എത്തിയിരുന്നുണ്ട്. താഴെയെല്ലാം പലരും ഇവിടെ കാണാനായിട്ട് എത്തി നിൽക്കുന്നുണ്ട്. ഓരോ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവർക്കെല്ലാം വലിയ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ആവേശത്തോടു കൂടി ചേരുകയാണ്. അല്ലേട്ടൻ്റെ കൂടെ പാടില്ലേ? യെസ്. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, പൂരമതിയിലൊന്നു കൂടണം കാന്താ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, എന്തായാലും നമുക്ക് 2-3 ദിവസം കൂടിയുണ്ട്. നമുക്ക് ഈ പാട്ട് തന്നെ പാടാം, നമുക്ക് ആഘോഷിക്കാം. പൂരത്തിന്റെ എല്ലാ വിവരങ്ങളും വളരെ സമഗ്രമായിട്ടുള്ള കവറേജ് നൽകാൻ ജനം TV ഉണ്ട്.